അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. റൂം ടു ഹോം, അങ്ങനെയാണ് ഈ കഥയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അച്ഛനമ്മ, എൻ്റെ കുഞ്ഞുമക്കൾ, ഇവരാണ് എൻ്റെ ലോകം. ഇവരെ കാണാൻ ഒരുപാട് പ്രതീക്ഷകളോടെ ഞാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ സാരഥി മിസ്റ്റർ ഷമീർ. ഷമീർ വളരെ രസികനായ, നല്ല മനുഷ്യസ്നേഹിയായ ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നേരം സംസാരിച്ച് സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം എന്നെ യാത്ര അയച്ചത്. കുറച്ചു ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ വാഹനത്തിന് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തി. 100 ദിർഹത്തിന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. പിന്നെ ഒരൊറ്റ പറക്കലായിരുന്നു. 120 കിലോമീറ്ററിൽ കുറഞ്ഞ സ്പീഡ് ഞാൻ കണ്ടതേയില്ല. പറപ്പിച്ച് ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ പോയി. അപ്പൊ ഞങ്ങള് ഏകദേശം എയർപോർട്ടിൽ എത്തിച്ചേരാറായി. അപ്പൊ ഈ എയർപോർട്ടിലെ വിശേഷങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് റോഡിലേക്ക് കടന്നു. എയർപോർട്ട് റോഡിന്റെ പ്രത്യേകത, അത് എയർപോർട്ടാണോ അതോ വല്ല പാർക്കിലേക്കാണോ പോകുന്നത് എന്ന സംശയം എൻ്റെ ഉള്ളിലും എൻ്റെ സുഹൃത്തായ ഷമീറിന്റെ ഉള്ളിലും ഒരുപോലെ തന്നെ തോന്നി. അങ്ങനെ ഞാൻ അലൈൻ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷം. ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല തുടക്കത്തിൽ. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആളുകളുടെ പ്രവാഹം തന്നെയായിരുന്നു. അപ്പോൾ ഇനി എയർപോർട്ടിലെ കാഴ്ചകളാവും. നിങ്ങൾ കണ്ട് സ്വയം മനസ്സിലാക്കൂ. തൊട്ടടുത്ത് തന്നെ വ്യോമസേനയുടെ പരിശീലന കേന്ദ്രമുണ്ടെന്ന് തോന്നുന്നു. ആ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് കുടിക്കാൻ ഇഷ്ടം ചായയാണോ കാപ്പിയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: കോഫി.
ബ്ലാക്ക് കോഫി വിതൗട്ട് ഷുഗർ. അമേരിക്കൻ എസ്പ്രസോ എന്ന 4 ദിർഹത്തിന്റെ ബ്ലാക്ക് കോഫി ഒന്ന് അടിച്ചു. അപ്പം ശരി, എനിക്ക് പോകാനുള്ള സമയമായി തുടങ്ങി. ഞാൻ വേഗം ബസ്സിലേക്ക് കയറുകയാണേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശരിയായ ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഞാൻ നല്ലോണം ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴാണ് കോയിൻ്റെ മണം കിട്ടുന്നത്. നോക്കുമ്പോൾ കപ്പ് നൂഡിൽസ്. ഞാനും ഒന്ന് ഓർഡർ ചെയ്തു. 15 ദിർഹംസ്. 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് കുറച്ച് കഴിഞ്ഞ് അതങ്ങ് എടുത്ത് കഴിച്ചു. അങ്ങനെ എത്തി മോനെ എത്തി. കോഴിക്കോട് ഞാനും എത്തി. പുറത്തിറങ്ങുമ്പോഴേക്കും മക്കളെ കാണാം എന്ന് കരുതി ഓടി വന്ന് എനിക്ക് തെറ്റി. അവര് ട്രാഫിക് ബ്ലോക്ക് കാരണം ലേറ്റായാ വന്നത്. പിന്നീട് ഈ കാഴ്ചകളും കണ്ട് അങ്ങനെ കാത്തിരുന്നു.